എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഓപ്ഷൻസ് ഉൾപ്പെടെ, അതായത് കോളേജ് കോഴ്സുകൾ ഉൾപ്പെടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഏതൊരു വിവരങ്ങളും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇന്ന് വൈകുന്നേരം വരെയാണ്. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റോ മറ്റോ ചെയ്യാനുണ്ട് എങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റൊരു ഓപ്ഷനൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഒന്നിലധികം നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്കും കോളേജുകളിലേക്കും ഓപ്ഷൻ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓപ്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അലോട്ട്മെൻ്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം ചില വിദ്യാർത്ഥികൾ ഒറ്റൊരു ഓപ്ഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റൊരു ഓപ്ഷൻസ്, ഒന്നിലധികം ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സിൽ ഒന്നിലധികം കോളേജുകൾ നിങ്ങൾ ഓപ്ഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്നാണ്. അപ്പോൾ അതിൽ ഗവൺമെൻറ് കോളേജ് ഉണ്ടാവും, സെൽഫ് ഫിനാൻസ് ഉണ്ടാവും, എയ്ഡഡ് ഉണ്ടാവും. എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിലേക്ക് നിങ്ങൾ ഓപ്ഷൻ വെച്ചാൽ മതി. കാരണം ഗവൺമെൻറ് കോളേജിൽ ഫീസ് കുറവായിരിക്കും, എന്നാൽ സെൽഫ് ഫിനാൻസിൽ ഫീസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് അവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ഓപ്ഷനുകൾ കൊടുത്താൽ മതി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷയിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നാണ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ admissions.keralauniversity.ac.in/fyugb2025/index.php എന്നുള്ള ലിങ്ക് മുഖേന നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ കൊടുക്കുക, ലോഗിൻ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ പാസ്വേഡും ആപ്ലിക്കേഷനും മറന്നുപോയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ, ഫോർഗോട്ട് പാസ്വേഡ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പാസ്വേഡാണ് മറന്നുപോയതെങ്കിൽ എനിക്ക് പാസ്വേഡ് വീണ്ടും റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അതേസമയം ഞാൻ ഇപ്പോൾ മറന്നുപോയിട്ടുണ്ടായിരുന്നത് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ആണെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അടുത്ത പേജിലും ചോദിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് SMS ആയിട്ട് ആ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വരുന്നതായിരിക്കും. പാസ്വേഡ് ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ റീസെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെ കാര്യം. കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെയാണ് പ്രസിദ്ധീകരിക്കുക. അത് ജൂൺ 18-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. 19, 20, 21, 23 തീയതികളായിട്ടാണ് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് ട്രയൽ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് എ കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ BA ഇംഗ്ലീഷ് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ജനറൽ, EVA, മുസ്ലിം, അതുപോലെ തന്നെ LC, OBX, OBH, SC, ST, EWS, ഡിഫറൻ്റ്ലി ഏബിൾഡ്, TLM, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജനറൽ എന്നുള്ള ഈ ഒരു വിഭാഗത്തിൽ EVA വിഭാഗം വരും, മുസ്ലിം വരും, അതുപോലെ LC വരും, OBX, OBH, SC, ST, EWS, ഡിഫറൻ്റ്ലി ഏബിൾഡ്, TLM, ട്രാൻസ്ജെൻഡർ എന്നിങ്ങനെ എല്ലാ വിഭാഗവും ഈ ഒരു ജനറൽ വിഭാഗത്തിൽ വരും. അപ്പോൾ ജനറൽ വിഭാഗത്തിൽ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ആ ഒരു കോളേജിൽ ആ ഒരു BA ഇംഗ്ലീഷ് കോഴ്സിന് കിട്ടിയ വിദ്യാർത്ഥിയുടെ ഏറ്റവും അവസാനമായിട്ട് കിട്ടിയ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ EVA വിഭാഗത്തിൽ എത്രയാണ്, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽ എത്രയാണ്, അതുപോലെ LCയിൽ ആദ്യത്തെ ആ ഒരു സ്കൂളിൽ കൊടുത്തിട്ടില്ല, അത് ആ ഒരു കോളേജിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ആ ഒരു വിഭാഗത്തിൽ, ആ ഒരു കാറ്റഗറി വിഭാഗത്തിൽ ആർക്കും ഈ ഒരു ട്രയലിൽ കിട്ടിയിട്ടില്ല. എന്നാൽ ജനറൽ കാറ്റഗറിയിൽ അവർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. കാരണം ജനറൽ കാറ്റഗറിയിൽ എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ജനറൽ കാറ്റഗറിയിൽ എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൽ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഇന്ന കോഴ്സിന് ഇന്ന കോളേജിൽ ആർക്കൊക്കെ, അതായത് ആർക്കൊക്കെ എന്നല്ല ഏത് റാങ്ക് ലിസ്റ്റാണ്, അതായത് ഏത് ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥിക്കാണ് ലാസ്റ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് ഇതിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണോ അതിൽ നിങ്ങൾക്ക് എവിടെയാണ് കിട്ടാൻ സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് വേണമെങ്കിൽ ആ ഒരു പുതുതായിട്ട് നൽകുന്നതിനും അതുപോലെ തന്നെ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം വരെയാണ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ
നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു എഡിറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നിങ്ങളുടെ കോഴ്സ് അതുപോലെ തന്നെ കോളേജ് എന്നിവ ഉൾപ്പെടെ ഏതൊരു വിവരങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഒറ്റൊരു ഓപ്ഷൻ കൊടുത്ത വിദ്യാർത്ഥികൾ ഒന്നിലധികം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്കും കോളേജുകളിലേക്കും ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോഴ്സോ അല്ലെങ്കിൽ കോളേജോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് പുതിയ ഓപ്ഷൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ്റെ സ്ഥാനം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.